ലാലാ ലജ്പത് റായിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സോണ്ടേഴ്സ് കൊലപാതക കേസിലെ വിചാരണ നേരിട്ടുകൊണ്ട് 1930 ലാഹോർ ജയിലിൽ കഴിയുന്ന സമയത്താണ് ഭഗത് സിംഗ് ഞാൻ എന്തുകൊണ്ടൊരു നിരീശ്വരവാദിയായി വൈ ഐ ആം എൻ എത്തിസ്റ്റ് എന്ന് പറയുന്ന ലേഖനം എഴുതുന്നത്. 1930 ഒക്ടോബർ 5-നും 6-നുമായിട്ടാണ് ഭഗത് സിംഗ് ഈ ഒരു ലേഖനം എഴുതി അവസാനിപ്പിക്കുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് 7-ാം തീയതി, ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു സോണ്ടേഴ്സ് വധക്കേസിന്റെ വിധി പ്രഖ്യാപനമുണ്ടായിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും തൂക്കിലേറ്റാനായിരുന്നു, മരണം വരെ തൂക്കിലേറ്റാനായിരുന്നു കോടതിയുടെ വിധി. ഏതാണ്ട് ഇത് തന്നെയായിരിക്കും വിധി എന്നൊരു ധാരണ എല്ലാവർക്കും, വിധി പ്രസ്താവനത്തിന് മുമ്പ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സംഘർഷബദ്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട്, സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് എന്തിനായിരിക്കും ഭഗത് സിംഗ് ഈ ഒരു ലേഖനം എഴുതി തീർത്തിട്ടുണ്ടാവുക? ഈ ഒരു ചോദ്യം നമ്മളെ കൊണ്ട് എത്തിക്കുക ഒക്ടോബർ 4-ന് ജയിലിൽ നടന്നിട്ടുള്ള മറ്റൊരു സംഭവത്തിലേക്കാണ്. ഗദർ പാർട്ടി അംഗമായിരുന്ന ബാബ രൺധീർ സിംഗ് 1930-31 കാലഘട്ടങ്ങളിൽ ലാഹോർ ജയിലിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു അടിയുറച്ച ഈശ്വരവിശ്വാസിയായിരുന്നു. ഭഗത് സിംഗിന് അങ്ങനെ ആ തരത്തിലുള്ള ദൈവവിശ്വാസം ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ബാബ രൺധീർ സിംഗ് ഭഗത് സിംഗുമായി ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ച് ആ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ബിംബമുണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ പ്രസക്തി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഭഗത് സിംഗിനെ ബോധവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ഭഗത് സിംഗിനെ മാറ്റിയെടുക്കാൻ വേണ്ടി രൺധീർ സിംഗ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടു കാണുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതേ തുടർന്ന് രോഷം കൊണ്ട രൺധീർ സിംഗ് ഭഗത് സിംഗിനെ വലിയ രീതിയിൽ ശകാരിക്കുകയുണ്ടായി. രൺധീർ സിംഗ് പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു. ഒന്ന്, ഭഗത് സിംഗിന് പ്രശസ്തി വന്നതോടുകൂടി അഹംഭാവം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു അഹംഭാവം ദൈവത്തിനും ഭഗത് സിംഗിനും ഇടയിൽ ഒരു കറുത്ത തിരശീല പോലെ കിടക്കുകയാണ്. ഈ തരത്തിലുള്ള വാചകങ്ങൾ കൊണ്ടാണ് ഭഗത് സിംഗിനെ രൺധീർ സിംഗ് ശകാരിക്കുകയുണ്ടായത്. വാസ്തവത്തിൽ ഇതിനു മറുപടിയായിട്ടാണ് എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന് പറയുന്ന ലേഖനം ഭഗത് സിംഗ് എഴുതുന്നത്. അഹങ്കാരമാണ് ദൈവവിശ്വാസമില്ലായ്മയുടെ അടിസ്ഥാനം എന്ന വാദത്തെ, അങ്ങനെ ഒരു പൊള്ളയായിട്ടുള്ള വാദത്തെ ഈ ഒരു ലേഖനത്തിനകത്ത് ഭഗത് സിംഗ് വലിയ രീതിയിൽ പൊളിച്ചെഴുതുന്നുണ്ട്. കേവലം അഹങ്കാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നല്ല ഈശ്വര മതരാഹിത്യമെന്ന് വിവിധ ചോദ്യങ്ങൾ വിശ്വാസികളോട് ചോദിച്ചുകൊണ്ടും യാഥാർത്ഥ്യബോധത്തെ നിലനിർത്തിക്കൊണ്ടും യുക്തിചിന്തയെ മുൻനിർത്തിക്കൊണ്ടും അദ്ദേഹം തന്റെ ഈ ലേഖനത്തിലൂടെ വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള, അല്ലെങ്കിൽ വേരുറച്ചു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു തത്വങ്ങളെയോ ആശയങ്ങളെയോ ഒക്കെ എടുത്തുകൊണ്ട് വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന അതേപോലെ ഫോളോ ചെയ്യാതെ ഒരു വിമർശനം, ഒരു ക്രിറ്റിസിസം ആ ഒരു ആശയത്തിന്റെ മുകളിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സമൂഹം അവരെ വിളിക്കുന്ന പേരാണ് അഹങ്കാരികളെന്ന്. ഇത് അഹങ്കാരത്തിന്റെ പുറത്താണ് ഇവർ ഈ പറയുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള വാചകങ്ങളൊക്കെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ മുകളിൽ ചുമത്തപ്പെടുന്ന ഒരു വാക്കാണ് അഹങ്കാരം എന്നുള്ളത്, അല്ലെങ്കിൽ അഹങ്കാരിയാണ് എന്നുള്ളത്. യുക്തിബദ്ധമായ വാദങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പുരോഗമന വിരുദ്ധമായ വിശ്വാസങ്ങളെ വിമർശിക്കുമ്പോൾ അതിന് തങ്ങളുടെ വാദങ്ങൾ കൊണ്ട് ഗണ്ണിക്കാൻ കഴിയാതെ വരുന്ന പക്ഷം, ഭീതിപ്പെടുത്തുക പോലെയുള്ള സർവ്വ വഴികളും പരാജയപ്പെടുമ്പോൾ കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ച വ്യക്തികളെ അവഹേളിക്കാനായി അവരുടെ ഊർജ്ജസ്വലതയ്ക്ക് ഇട്ടുകൊടുക്കുന്ന പേരാണ് അഹങ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗത് സിംഗ് ഈ ഒരു രൺധീർ സിംഗിന്റെ വാചകങ്ങളെ പൊളിച്ചെടുക്കുകയുണ്ടായത്. 1930 ആ ഒരു ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരത്തിലൊരു ലേഖനം, എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി എന്നൊരു ലേഖനം ഒരു സിഖ് മതക്കാരൻ തന്നെ എഴുതുക എന്ന് പറയുന്നത് വളരെയധികം അപ്രായോഗികമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു. ഇന്നും എത്ര പേർക്ക്, ഞാനൊരു നിരീശ്വരവാദിയായിട്ടുള്ള ആളുകളോടാണ് ചോദ്യം, ഇന്നും എത്ര പേർക്ക് ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ പറ്റുന്നുണ്ട്? ആ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ 1930 എന്തായിരിക്കും ഇന്ത്യയിലെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഒരു തരത്തിൽ ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമൂഹം അവരെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്ന് പറയുന്ന ലേഖനത്തിന്റെ ഒരു പ്രസക്തിയും, അതുപോലെ തന്നെ എന്തുകൊണ്ടൊരു നിരീശ്വരവാദിയായി എന്നുള്ള കാര്യം തുറന്നു പറയാൻ, സമൂഹത്തോട് തുറന്നു പറയാനുള്ള ധീരത കാണിച്ച ഭഗത് സിംഗ് എന്ന് പറയുന്ന യുവാവിന്റെ അത്യുജ്വലമായ ചിന്താബോധവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും വ്യക്തമാവും. പ്രാർത്ഥിക്കാനായിട്ട് ഒരു സുഹൃത്ത് ഭഗത് സിംഗിനോട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് താനൊരു നിരീശ്വരവാദിയാണ് എന്ന് പറയുന്ന മറുപടിക്ക് നിങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ, അന്ത്യനാളുകളിൽ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ള പേടിപ്പെടുത്തുന്ന വാചകങ്ങളായിരുന്നു ആ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാസ്തിക ചിന്തകളിലേക്കൊക്കെ കടന്നു വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്ന താക്കീതുകളും ഇതൊക്കെ തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ടും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലും ഒരിക്കലും പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടും തന്റെ വായനക്കാരോടും നിരീശ്വരവാദം അഹങ്കാരത്താൽ പൊട്ടിമുളയ്ക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു നടക്കുന്നവരോടും കൂടി ഭഗത് സിംഗ് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ലേഖനത്തിലൂടെ. ഇത് അഹങ്കാരമാണോ? എന്നാൽ ഞാൻ അതിനായി നിലകൊള്ളുന്നു. എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി എന്ന ലേഖനം അവസാനിക്കുന്നതും ഈ വാചകങ്ങളിലൂടെയാണ്.
ഇതെന്റെ അഹങ്കാരമാണോ? ആണെങ്കിൽ ഞാൻ അതിനായി നിലകൊള്ളുന്നു. ബൈ ഭഗത് സിംഗ്.